എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. നമ്മളെ മലേഷ്യയിലെ എപ്പിസോഡ് 2 എല്ലാവർക്കും സ്വസ്വാഗത സുഹൃത്തുക്കളെ. ഇടി പേടിയില്ലടി അവര് നമ്മളെ റൂമിലൊക്കെ കേറി ഡ്രസ്സൊക്കെ മാറണം, കുളിക്കണം എന്നൊക്കെ പറഞ്ഞ ആഗ്രഹത്തിലാണ് നമ്മൾ ആ റൂമിൽ കയറി കിടന്നത്. പക്ഷെ ഒന്നും നടന്നില്ല. ഒറ്റ ഉറക്കമായിരുന്നു. 2 മണിക്ക് ചെക്കൗട്ട് പറഞ്ഞിട്ട് നമ്മള് 2:15 വരെ കിടന്നുറങ്ങി. ലാസ്റ്റ് അവർ വന്ന് റൂമിൽ തട്ടിയിട്ട് ചെക്കൗട്ട് ആയി മാഡം പ്ലീസ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. പിന്നെ നാണക്കെടുത്തി. അങ്ങനെ ഡ്രസ്സ് പോലും മാറാതെ അതേ ഡ്രസ്സിൽ തന്നെ ആണ് കേട്ടോ ഇത്. ഇതാ വണ്ടികളൊക്കെ കാണിച്ചു കൊടുത്തേ. ആ വണ്ടി റേഞ്ചർ. കഴിഞ്ഞ വട്ടം ഞാൻ പറഞ്ഞ മുറിത്തേക്ക് പുച്ഛമായിരുന്നു, വണ്ടിയില്ല എന്ന് പറയുന്നത്. ഫ്രഷപ്പ് ആയില്ല, റൂമിൽ കിടന്നുറങ്ങി. ചോറിട്ടോ ചോറ് കൊട്ടാരത്തിൽ എന്താ ഫോർഡ് റേഞ്ചർ തീർന്നില്ല. ഇത് നമ്മുടെ നാട്ടിലെ ഫോർച്യൂണർ. കണ്ട ഹോണ്ട അലുവയൊക്കെ ആയിട്ട് സാധനം എങ്ങനെ വേറെ മൂട നോക്കണ. അടുത്ത ഫോർഡ് നോക്ക്. മോനെ ഏതാ ലുക്ക്, അതെങ്ങനെ ഉണ്ടീ? സൂപ്പർ. പക്ഷെ അത് പറഞ്ഞില്ലടി അന്തൂരിയുടെ അതിന്. ഏതാ ആ പ്രാവ് പറഞ്ഞില്ല. മലേഷ്യൻ പ്രാവിന് പേടിയില്ല, പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. മലേഷ്യൻ പ്രാവിന്റെ ഒരു അഹങ്കാരേ. ഇവിടെ ചക്ക ഒക്കെ ഇരിക്കുന്നുണ്ടാ? ചക്കയല്ല, വേറെ മുതുക്ക് ചക്ക. ആ ചക്കയല്ല, വേറെ ഡുറി എന്ന് പറയുന്ന ഇതാന്ന് തോന്നുന്നു. ഡുറി എന്ന് പറയുന്ന ഫ്രൂട്ടാന്ന് തോന്നുന്നു. വണ്ടിവനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? ഡുറി നമുക്ക് എന്തെങ്കിലും കഴിക്കണം. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇത് ഇന്ത്യൻ ആയിട്ടാ. നമ്മള് ഇന്നലെ മലയാളം ശ്രീ വിശാലം ചിറ്റ് ഫണ്ട് അങ്ങനെ ആയിരിക്കില്ല. ഇന്നലെ നമ്മളെ ലോഞ്ചിൽ നിന്ന് നമ്മള് കഴിച്ചതാ. പിന്നെ ഒന്നും കഴിച്ചിട്ടില്ലേ ഈ നേരം വരെ. നമുക്ക് വയ്യായിരുന്നു, ഭയങ്കര ടയർഡായി പോയിട്ടോ. ഇന്നത്തെ കുഞ്ഞിനെ മാറി ഹാൻഡിൽ ചെയ്യുമല്ലേ, അപ്പൊ നമ്മള് ഭയങ്കര ടയർഡാവും. വന്ന് കിടന്ന മാത്രമേ ഓർമ്മയുള്ളൂ, ഉറങ്ങിപ്പോയി. അവര് ഇവിടെ ആ ഫ്രൂട്ട് ചെത്തി പാക്ക് ചെയ്യുന്നു. അത് പുറത്തോട്ട് കൊടുത്തിട്ടായിരിക്കും. നമുക്ക് വാങ്ങിച്ച് കഴിക്കണമല്ലോ അത്. ഡുറി ഫ്രൂട്ട്. നമുക്കിപ്പോ ഇതിനകത്ത് കയറി വല്ല ഉണ്ടാവും നോക്കാം, കഴിക്കാം. നമ്മളൊരു കേരള റെസ്റ്റോറന്റ് കയറി കേട്ടോ. ഇത് ഇന്ത്യൻ റെസ്റ്റോറന്റ്, പക്ഷെ സ്റ്റാഫ് മലയാളിയാണല്ലോ. കേരള റെസ്റ്റോറന്റ് എന്ന് പറയാലോ. ഇത് ബ്രദലയുടെ മൊത്തം ക്ഷീണം നോക്ക്. നമുക്ക് ഹോട്ടലിൽ പോയിട്ട് നല്ല സെറ്റ് ആവാം. നൈറ്റ് ഇറങ്ങും. നമ്മൾ നൈറ്റ് ഇറങ്ങുക. നൈറ്റാണ് ആക്ച്വലി ഇന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നൈറ്റാണ്. അല്ലാതെ നമ്മൾ ഫുൾ റെസ്റ്റ്, റൂമിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് പരിപാടി മാത്രമേ ഉള്ളൂ. രണ്ട് ഇവിടുത്തെ ഇനി ഫുഡിൻ്റെ ഒക്കെ റേറ്റ് അറിയണം എന്നുണ്ടെങ്കിൽ ഗൈസ്, ഒരു ചിക്കൻ ബിരിയാണിക്ക് ഇവിടുത്തെ 22 RM ആണ് റിങ്കിറ്റ് മണി. ഇതാരാ 22 റിങ്കിറ്റ് മണി എന്ന് പറയുമ്പോൾ ഒരു റിങ്കിറ്റ് മണിക്ക് നമ്മുടെ നാട്ടിൽ 23 രൂപയാണ്. അപ്പോൾ ഏതാണ്ട് 500 സംതിങ് രൂപ വരും ഒരു ബിരിയാണി, ഒരു ചിക്കൻ ബിരിയാണി. അതുപോലെ തന്നെ ഗൈസ് നമുക്ക് സിം എടുക്കണം കേട്ടോ. വരുമ്പോൾ തന്നെ നമുക്ക് സിം എടുക്കണം. പലതരത്തിലുള്ള സിം ഉണ്ട്. നമ്മൾ 5 രാജ്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിം ആട്ടോ എടുത്തത്. 4 തായ്ലൻഡ്, ഹോട്ട്ലിങ്ക്, തായ്ലൻഡ്, അങ്ങനത്തെ കുറച്ച്, സിംഗപ്പൂർ. അതിന് നമുക്ക് ആയതും 25 റിങ്കറ്റ് മണിയാണ്. അത് ഏതാണ്ട് 25 അല്ല തോന്നുന്നു. അത് 26, 575 രൂപ. നാട്ടിൽ നമ്മൾ 575 രൂപയായി. പ്ലസ് 1 വീക്ക് ഡേറ്റ പ്ലാൻ. പക്ഷെ ഡേറ്റ നമ്മൾ എത്ര സ്പീഡൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ എത്ര സ്പീഡൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. നമ്മളുടെ പ്ലാനിന്റെ ആണോ അറിയാം. എത്ര മണിക്കൂർ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഉറങ്ങിയാ മതി. അങ്ങനെ അറിയാമോ മലേഷ്യ? പിന്നെ അറിയാം, ഡാൻസ് കളിക്കുന്നുണ്ടല്ലേ. നമ്മൾ എഗ് ബിരിയാണിയാണ് കഴിച്ച് പറഞ്ഞത്. എഗ് ബിരിയാണി നാട്ടില് 322 രൂപ. 14 റിങ്കറ്റ്. പിന്നെ എനിക്ക് പാരഗൺ ബിരിയാണി കഴിക്കുന്നവരുണ്ട്. ടേസ്റ്റ് അത്ര അടിപൊളി ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതേ ഒരു മസാലയുടെ ടേസ്റ്റ്. പിന്നെ നമുക്ക് ഇനി തൊട്ട് ഇന്ത്യൻ റെസ്റ്റോറന്റ് കയറണ്ട. നമ്മളെന്തിനോട് വന്ന ഇന്ത്യൻ ഫുഡ് കഴിക്കാനല്ല വന്നത്, മലേഷ്യൻ ഫുഡ് കഴിക്കാൻ വന്നേ. പിന്നെ മലേഷ്യൻ റെസ്റ്റോറന്റ് കയറണം. ഇവിടെ മലയാളിയെ കണ്ട് സംസാരിക്കാം. അവിടെ അവരോട് എന്താ പറയും? ഫുഡിന്റെ ഇംഗ്ലീഷിൽ പറയണം. ഫുഡിന്റെ പേരറിയാമോ? പടം കണ്ട് പറയണം. തൊട്ട് കാണിച്ചാൽ മതി. നിനക്ക് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് അറിയാലോ, നീ സംസാരിക്കും. ഇതാണ് കേട്ടോ ഇവിടുത്തെ കറൻസി. ചെമ്പരത്തി പോകണ്ടില്ലേ, നോക്ക് കളർഫുൾ ആയിട്ടുണ്ട്. യെസ്, റിങ്കു സിംഗ് ബാ. കൊള്ളാം, നല്ല കറൻസി കേട്ടോ. ഇവിടുത്തെ 1 രൂപയുടെ നോട്ടിൽ തിളക്കം നോക്കിയാൽ പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നത്. നോക്ക് എന്ത് ഗ്ലേസിങ്. അതുമല്ലേ, ഇത് പേപ്പർ പോലെ അല്ല. പെട്ടെന്ന് ഇത് കണ്ടോ, ഒരു വെട്ട്, ചെറിയൊരു വെട്ട്. 1 രൂപ കൊടുത്ത ഒരു ചായ കിട്ടുമായിരിക്കും ഇവിടെ.
23 രൂപ മേ ബി. പൈസ ഇനി ഇതിലും പൈസ ഉണ്ടോ? 50 പൈസ. അതെ, ഇതിലും താഴെ ചില്ലറ കാണുമായിരിക്കും. പിന്നെ ഉറപ്പായിട്ടും വണ്ടി ഹൈലക്സ്. അങ്ങനെ നമ്മള് ഫൈനലി റൂം എടുത്തു. നമ്മുടെ റൂം നമ്പർ ഉണ്ടോ? 805. ലലേട്ടാ 29 നിലയുണ്ട് കഴിച്ചു. എന്തോ സെറ്റപ്പ് ലക്ഷറിയുടെ അവസാന വാക്ക്. ഓപ്പൺ. ഇപ്പോഴാണ് കേട്ടോ നമ്മൾ ആപ്പിൾ എടുത്തത്. ലോഞ്ച് ആപ്പിൾ ഇപ്പോഴാണ് തിന്നത്. അമ്പൂട്ടിന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? അപ്പൊ നമ്മളൊന്ന് എവിടെയൊക്കെയാണ് കഴിച്ച് പോകുന്നത്? എവിടെയാണ് പോകുന്നത്? ജലൻ അലോ, ടിൻ ടവർ, ടവർ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാരും ഫോട്ടോ ഒക്കെ എടുക്കുന്നത് 2 ടവർ ഇങ്ങനെ നിന്നിട്ട് നടക്കുക. ടിൻ ടവർ, അതായത് 2 ടവർ ഒരുപോലെ ഇരിക്കുന്നു. അവിടെ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. അവിടെ അത് മെയിൻ ആണ്. എല്ലാരും വന്ന അവിടെയാണ് പോണ. പിന്നെ സലമ ബ്രിഡ്ജ്. എനിക്ക് അവിടെ നൈറ്റ് ആണ് ഒന്ന് കാണാൻ ബ്യൂട്ടിഫുൾ. അപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞു ഒന്ന് റെഡിയൊക്കെ ആയിട്ട് ഒരു 6 മണിയായപ്പോൾ താഴെ വന്ന് നിൽക്കാനാ പറഞ്ഞത്. ഇപ്പം എല്ലാവരും ഡിലേ ആവും. കാരണം ഇന്നത്തെ ഫുൾ ഡേ ഡിലേ ആയിരുന്നു. വേറെ ഒന്നുമല്ല, ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് പേര് അവിടെ നിന്നും ചെന്നൈയിൽ നിന്നും പിന്നെ പലയിടത്തു നിന്നല്ലേ, പല എയർപോർട്ടിൽ നിന്നല്ലേ വരുന്നത്. ചെന്നൈ, എറണാകുളം, ട്രിവാൻഡ്രം അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഫ്ലൈറ്റും എയർ ഏഷ്യയുടെ മിക്ക ഫ്ലൈറ്റും ഡിലേ ആയിരുന്നു. നമ്മളെ ഫ്ലൈറ്റും 1 മണി. ഇന്ന് എനിക്കൊരു അവധം പറ്റും കേട്ടോ. ഇന്ന് നമ്മൾ ആക്ച്വലി വീഡിയോ 6 മണിക്ക് ഇടേണ്ട സമയമാണല്ലേ. നമ്മളെ നാട്ടിലെ കാട്ടി 2.5 മണിക്കൂർ ഇവിടെ ലേറ്റാ. അവിടെ 3 മണി ആയുള്ളൂ. ഞാൻ ഇവിടുത്തെ 6 മണി. ഞാൻ 6 മണിക്ക് സമയത്ത് വീഡിയോ ഇട്ട് കമന്റ് നോക്കിയപ്പോ ചേട്ടൻ എന്ത് പറ്റി ഇന്ന് 3 മണിക്ക് വീഡിയോ ഇട്ടേക്കുന്നു, ചേട്ടൻ എന്ത് പറ്റി ഷെഡ്യൂൾ ചെയ്ത് മാറിപ്പോയി. അവിടെ 3 മണിയായുള്ളൂ. ഞാൻ ചിന്തിച്ചില്ല കേട്ടോ. അത് ഇന്ന് പിള്ളേർക്ക് എക്സാം 2.5 മണിക്കൂർ ഡിഫറൻസ് ഉണ്ടല്ലേ. ഓ, അപ്പൊ ഗൈസ് നമ്മുടെ റൂം കാണിച്ചു തരാം. തിന്ന ഇതാണ് നമ്മുടെ റൂം. അവിടെ 2 ആപ്പിളും വേണോ? തിരിഞ്ഞോളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അമൃതല്ലേ, അടിപൊളി. ഇത് നൈറ്റൊക്കെ നമ്മൾ കറക്റ്റ് ട്വിൻ ടവറിന്റെ നടുക്കുന്ന ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ കോസ്റ്റ്യൂമാണ്. അടിപൊളി. അതെ. കുറച്ച് സാധനങ്ങൾ ഇറക്കുമതികൾ ചെയ്തിട്ടുണ്ട്. അമ്പൂൻ്റെത് കൊള്ളാം. അമ്പൂൻ്റെത് അമ്മ എടുത്തു കൊടുത്താണ് ബർത്ത്ഡേക്ക്. അന്ന് അവന് പരുവല്ലായിരുന്നു, ഇപ്പൊ അവന് പരുവായി. പക്ഷെ മുടി ചെയ്തപ്പോ ആളെ മാറി. സത്യം അടിപൊളി. എനിക്കൊരു നോർമൽ ഒരു കാക്കി ഷോർട്സും ഇത് നൈറ്റ് ഇറക്കുന്നുണ്ട് ഒരു ലൂസ് ഷർട്ടും. എങ്ങനെയുണ്ട് ഗൈസ്? നല്ല ഷർട്ട് കേട്ടോ. അത് എനിക്ക് ആ ഷോർട്സ് വാങ്ങിച്ചപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിന്റെ കൂടെ ഷർട്ടും കൂടെ വന്നപ്പോ അടിപൊളി കോമ്പോ. അപ്പൊ നമ്മള് റൂം കാണിച്ചു തരാം ഗൈസ്. അലമാര കൊണ്ട് നിറഞ്ഞു നിൽക്കും. ഡ്രസ്സുകൾ വാരി വെച്ചില്ലേ? ഞാൻ എല്ലാം വാരി വെച്ചു. കാരണം നമ്മൾ ഇനി 3 ദിവസം ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഓരോ ഇതിലും ഓരോ ബാഗ്. ബാത്റൂം സെറ്റാട്ടോ. ബാത്റൂം സ്ലൈഡിങ് ബാത്റൂം. ഓട്ടെ നമ്മൾ കുളിച്ച് രണ്ടുപേരും ഫ്രഷായി സെറ്റായി. കണ്ണാടി ബാത്റൂമാ. ഇത് അടച്ച കിട്ടത്തില്ല. കാണാലോ. ഇല്ല, അതടച്ച അകത്ത് കാണത്തില്ല. പക്ഷെ നമ്മുടെ വിചാരം അകത്ത് പുറത്ത് കാണുമെന്നാ. ഇത് നമുക്ക് ബാക്കി എല്ലാം സെറ്റാണ്. നല്ല വൃത്തിയുള്ള അടിപൊളി ബാത്റൂം ഉണ്ടോ. പിന്നെ ഇവിടെ നല്ല സ്പേസ് ആണ്, സെറ്റ് സ്പേസ്. ബെഡും കൊള്ളാം, നല്ല രസമുണ്ട്. ഇത് തീർന്നില്ലേ? ഇതുണ്ടാ മൈക്രോ ഓവൻ. അതാണത്. അതല്ലേ ഫുഡ് ചൂടാക്കുന്ന സാധനം അത്. പക്ഷെ അത് സാധാരണ നമ്മളവിടെ ഒന്നും കാണാറില്ല. ഫുഡ് പിന്നെ 5 സ്റ്റാർ ആണെങ്കിലേ ഫുഡ് അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല. അത് കെറ്റില് ഇതൊന്നും ഇല്ലല്ലേ. നമ്മുടെ ഈ കാഷ്യൂനട്ടോ അങ്ങനത്തെ സാധനങ്ങളൊന്നും രണ്ടും ഒന്നുമില്ലേ. കാണും ജ്യൂസ് വല്ലോ. ഇല്ല, ഞാൻ നോക്കിയായിരുന്നു. അതൊക്കെ ഞാൻ നോക്കിയായിരുന്നു. പക്ഷെ അത് വെക്കണ്ടല്ലേ. നമ്മള് തിന്നോ ഇനി. ഇതിന്റെ അകത്ത് പിന്നെ അതെ നമ്മളെ ഫുൾ ബിൽഡിംഗ് ആണ്. നമുക്കിവിടെ പൂളുണ്ട് കേട്ടോ. ഇതിന് എത്ര നില ഉണ്ടാടി? 29 നില. 29 നില. നീ എന്ത് പറഞ്ഞ 59-ാമതില്ല പൂൾ ഏതില്ലാന്ന് പറഞ്ഞേ? 51 എങ്ങനെയാ വരുന്നത്? അത് ഞാൻ ആലോചിക്കുന്നത്. അവിടെ അതിനകത്ത് എഴുതി വെച്ചാൽ 29-ാമത്തെ നിലയിലായിരിക്കും പൂള്. റൂഫ് ടോപ്പ് പൂളായിരിക്കും. അടിപൊളി കേട്ടോ. അവിടെ ഒരു പൂളുണ്ട്. പിന്നെ ഗൈസ് നമുക്കിവിടെ റൂം എടുക്കുമ്പം 200 MYR നമ്മളിവിടെ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം. കാരണം നമ്മള് പിന്നെ ഇവിടെ ഒരു ജാക്ക് ഫ്രൂട്ട് നമ്മൾ കാണിച്ചില്ല ഇന്നത്തെ വീഡിയോയിൽ. എന്തോ ഒരു ഫ്രൂട്ട് ചക്കണക്കിരിക്കും. ഞാൻ ജാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞു. ജാക്ക് ഫ്രൂട്ട് ഭയങ്കര മണം. അപ്പൊ അത് ഈ ഹോട്ടലിൽ കൊണ്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം മണക്കും. അതുകൊണ്ട് അത് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് അവര് ഫൈൻ അടിക്കും. പിന്നെ ഇവിടെ എല്ലായിടത്തും സ്മോക്ക് ഡിറ്റക്ഷൻ ഉണ്ട്.
ഇത് സ്മോക്ക് അലേർട്ട് അടിക്കും, താഴെ അടിക്കും, അപ്പോഴും നമുക്ക് കിട്ടൂല. പിന്നെ നമ്മൾ പ്രോപ്പർട്ടി ഡാമേജ് ചെയ്താൽ അതും കിട്ടൂല. അതുകൊണ്ട് മോനോട് നീ തെളിവായിട്ട് പറഞ്ഞു കൊടുക്കണം. വേറൊന്നുമല്ല, ഈ ലൈറ്റ് ഒക്കെ തള്ളിയിടാനുള്ള സാധ്യത, ഇതൊക്കെ പൊട്ടാനുള്ള സാധ്യത, ഇതൊക്കെ താഴെ വീണാൽ പൊട്ടുന്നത്. 200 MYR എന്ന് പറയുമ്പോൾ ഏതാണ്ട് നമ്മുടെ നാട്ടിൽ 4700 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് കൊടുത്തിരിക്കുന്നത്. അത് നല്ലവണ്ണം കെയർ ചെയ്ത് നമുക്ക് 4700 രൂപ കിട്ടും. പിന്നെ ഈ ഒരു കാർഡ് ഈ കാർഡ് കളഞ്ഞു പോയാലും ആ പൈസ കിട്ടൂല. അവർ കറക്റ്റായിട്ട് ഇതെല്ലാം നമുക്ക് വായിച്ച് തന്ന് അത് സൈനൊക്കെ ചെയ്തിട്ട് നമ്മുടെ റൂം എടുത്ത്. അപ്പോൾ ഓക്കെ, നമുക്ക് താഴോട്ടൊക്കെ പോവാം. നമ്മൾ റെഡി ആയി. അവരിതുവരെ വന്നില്ല. നമുക്ക് താഴോട്ട് പോയിട്ട് വരാം. ഒരാപ്പിള് തരുമെന്ന് ചോദിച്ചു. അച്ഛൻ ഒരാപ്പിള് തരൂ. എറിഞ്ഞ് തരുമെന്ന് ചോദിച്ചു. ഒരാപ്പിള് അത് അമ്മയ്ക്ക്. ഫുഡ് തന്നിട്ടുള്ള സ്നേഹമൊന്നും ഇല്ല അമ്മേ. അമ്മ ചൊരണ്ടി തരാം. എന്റെ കുഞ്ഞേട്ടാ, എനിക്ക് വായി വെച്ച് തന്ന ഈ ആപ്പിള്. ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ ലോബി. എങ്ങനെയുണ്ട്? ഞാൻ BTSലൊക്കെ കുറെ ആൾക്കാരെ കണ്ടിരുന്നു. ആരുടെ? BTSലൊക്കെ കുറെ ആൾക്കാരെ, അത് പോലിരിക്കുന്ന ആൾക്കാരെ, BTSലെ ആൾക്കാര് ഈ അവരെ കാണല്ലേ. പെൺപിള്ളേരൊക്കെ അവരുടെ ഡ്രസ്സിംഗ് സെൻസ് സൂപ്പറാണ്. ബുഡി ടൈപ്പ് ഇടുമല്ല, കളർ കാണും, നല്ല ക്യൂട്ടാ കാണാൻ. പൂച്ചക്കുട്ടികളെ കൊണ്ടിരിക്കുക. ടവർ മേളിൽ നമ്മളെ കാത്തുനിന്ന് ബസ് പോയാട്ടോ. നമുക്കിനി അടുത്ത ബസ് ആയിരിക്കും. വിളിക്കട്ടെ. റാപ്റ്റർ ഗൈസ്. റാപ്റ്റർ കേട്ടിട്ടില്ലേ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് കാണുക. അതെന്തരാന്നറിയോ? മിനിറ്റിന് പോന്ന ഗൈസ്. നമുക്ക് നമ്മളെ ബസ് പോയി കേട്ടോ. നമ്മളെ കൂടെ വേറൊരു ടീം കൊണ്ടാണ്, കുഴപ്പമില്ല. നമ്മളിനി ഊബർ വിളിച്ച് അവരെ കൂടെ പോയി ഓടിപ്പോയി പിടിക്കണം. അല്ല, വേറെ ഒന്നുമില്ല, ഫസ്റ്റ് ഷോപ്പിംഗ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അതെ, ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. നമ്മള് കോലാലംപൂറിന്റെ മെയിൻ ടൗണിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ജലൻ അലോൺ ആൻഡ് മുക്കി മൃദുല മുക്കി. എടി, ഇതൊക്കെ കണ്ടാ നമ്മുടെ മുംബൈയുടെ ഒരു സൈഡ്, ചില സൈഡ് അങ്ങനെ കൊണ്ടല്ലേ. ഇല്ലേ, ഇവിടെ ഒരു പാനിപ്പൂരി കട ഇട്ടാ മുംബൈ കേട്ടോ. ഓക്കെ, ഇത് നമ്മളെ കൂടെ വന്ന ടീമാട്ടോ. ഇവർക്ക് നമ്മളെ കൂടെ തന്നെ വണ്ടി മിസ്സായി പോയി. പക്ഷെ വേറെ അങ്ങും പോയില്ല, അവർ ഇവിടം വരെ വന്നതേ ഉള്ളൂ. ഹായ്. ഇനി നമുക്ക് വണ്ടി മിസ്സാക്കരുത്. നമ്മളെ നമ്പർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അവർ ട്രിവാൻഡ്രത്തുള്ളവരാ. 8 മണിക്ക് അവർ എടുക്കുമെന്ന് പറഞ്ഞു. 8 മണിക്ക് വണ്ടി എടുക്കും. ഇപ്പൊ 7:27. ഇവിടെയാണോ മാംഗോ സ്റ്റിക്കി റൈസ് ഉള്ളത്? നമുക്ക് ഇവിടെ മറ്റേ ഇവിടെ ആണല്ലോ ഉള്ളത്. അതെ 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 അതെ. അതായത് നമ്മുടെ പൊറോട്ട, ബീഫ് തിന്നാത്തതേ. ഇവിടൊക്കെ നല്ല വെറൈറ്റി ഫുഡുകൾ കിട്ടും കേട്ടോ. നമുക്ക് ട്രൈ ചെയ്യാം. എലി പൊരിച്ചത് ഫുൾ ഓൺ ഗൈസ്. ഇവിടെ ഫുൾ ഓൺ. ഞണ്ട്, ജീവനോടെ ഞണ്ട് ഗ്രില്ല് ചെയ്തത്. വേണോ? വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. അടിപൊളി. എടാ, ഇതാണോടാ ചക്കപ്പഴം? ചക്കപ്പഴമാണോ? ഇല്ല, ഇത് ആ ഫ്രൂട്ടാണ്. ഇത് വേറെ സാധനമാടാ. ആ ഫ്രൂട്ടാ, ചക്കയുടെ എന്താ ഫ്രൂട്ടാന്ന് തോന്നുന്നു. ഫുള്ള് നോൺ വെജ് ഐറ്റംസ് ആട്ടോ. ചിക്കൻ, ഫിഷ്. കണ്ടിട്ടൊന്നും കഴിക്കാൻ തോന്നിയില്ല. നിനക്കെല്ലാവരും എക്സ്പ്ലോർ ആയി കിടക്കുമെന്നൊരു പേടി. അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. പാനിപ്പൂരി ഉണ്ട്. എന്തെങ്കിലും വേണോ നിനക്ക്? അതിൽ നിന്ന് വേണ്ട. മൃദുലയ്ക്ക് എന്തോ ഒരു വൈക്ലഭ്യം. എടാ, നമ്മളെ ഓരോ കൾച്ചർ എക്സ്പ്ലോർ ചെയ്യണം മൃദുലേ. എന്താ മൃദുല ഇങ്ങനെ? അടിപൊളി ഇല്ലേ മൃദുലേ? അടിപൊളി കേട്ടോ. ഇത് കുറെ കടകളിൽ ഇങ്ങനെ റെഡ് സാധനം കണ്ടത്. ഇവരുടെ എന്തെങ്കിലും വെറൈറ്റി സാധനമാണോ? ലൈറ്റ് ഇല്ലേ, എല്ലായിടത്തും ഇട്ടിട്ടുണ്ട് ഈ ഒരു റെഡിന്റെ സാധനം. എന്താന്ന് അറിയത്തില്ല. മാംഗോ സ്റ്റിക്കി റൈസ് 50 RM. എന്തായാലും ഒരെണ്ണം വാങ്ങാം, ട്രൈ ചെയ്ത് നോക്കാം. ഈ സാധനം ഇതാണോ ബെസ്റ്റ് എന്നല്ലേ? ഒരെണ്ണം വാങ്ങിച്ചു നോക്കാം. ഫൺ പൊറോട്ട ഉണക്കത്ത് എന്തോ ഒരു സാധനം മൈദയുടെ. ഇവിടെ മോമോസ് ഉണ്ട്. എന്തൊരു ഉണ്ണിയപ്പോടാ. ഞാൻ നോക്കുന്നുണ്ട്. What is the fillings? Beef? What? Chicken. Chicken beef. Price? 15. 15. അപ്പോൾ 300 സംതിങ് വരും. നമുക്ക് അതിനെ ടേസ്റ്റ് ചെയ്യാം. എൻ്റെ മോനെ, നമ്മുടെ നീരാളി ലക്ഷദ്വീപ് പിടിച്ചത്. പിന്നെ നമ്മളെ മറ്റേ സാധനം ഷെല്ല്. ഇത് പച്ചക്ക് തിന്നുന്നവരുണ്ടോ? ഞാൻ മിസ്റ്റർ ബീൻ സിനിമ ഓർമ്മ വരുന്നത്.
ഇല്ല അതിനകത്ത് മിസ്റ്റർ ഇങ്ങനെ കഴിക്കുന്നത്. നമ്മൾ പിടിച്ച് നീരാളിക്ക് കാണൂ. അതൊരെണ്ണം കഴിക്കായിരുന്നില്ലേ. ഇത് തേങ്ങാപ്പാലാട്ടോ. നമുക്ക് എന്നെ മുകളിലേക്ക് കൂടി ഇങ്ങനെ ഊത്താം. ഇങ്ങനെയല്ലേ കഴിക്കുന്ന? മൊത്തം മിക്സ് ചെയ്തല്ലേ കഴിക്കുന്ന? തോന്നുന്നു. നീ ഇവിടെ വന്ന് മലേഷ്യ വന്ന് ഇത് കഴിച്ചില്ല എന്നൊരു. ഓ ചോറ് ഭയങ്കര സ്റ്റിക്കിയാ. എങ്ങനെയുണ്ട്? നമ്മൾ ഉണ്ടാക്കിയതാണോ ഇതാണോ നല്ലേ? ഇതാണ് നല്ലേ. അമ്പ് ഉണർന്നിരുന്നേ കൊടുക്കായിരുന്നു. ഉണർത്തി കൊടുത്താലോ? ഉണർത്താത്തോണ്ടാണേ. എങ്ങനെയുണ്ട്? വേറൊരു റൈസ് ആട്ടോ ഇവിടുത്തെ. മെൽറ്റ് ആയി പോകുന്നു ഗൈസ് സാധനം. അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ ചോറ് വരട്ടെ. ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. കഴിച്ചോണ്ടിരിക്കും. പക്ഷെ ഇതൊരു സ്പൂൺ വേണമായിരുന്നു. ഫോർക്കും രണ്ടുകൂടെ ഒന്നിച്ച് വരുന്നില്ല അങ്ങോട്ട്. ഒരു രക്ഷയില്ല കേട്ടോ. എന്നാ പൊളിയാണോ മുതലേ. ഇനി നമ്മൾ ഇവിടുത്തെ ഫുഡേ കഴിക്കും കേട്ടോ. അതിന് നമ്മൾ ഇവിടുത്തെ ഫുഡ് മതി. ഇതിന്റെ കളർ കേട്ടോ, ഒരു പച്ച കളർ റൈസ്. അടിപൊളി സാധനം. നമ്മള് ഈ ഒരു സാധനം പറഞ്ഞു കേട്ടോ. 15 MYR ആണ്. അപ്പോ മുതലേ കോലം പിടിച്ചിട്ടിരിക്കും. ഇഷ്ടപ്പെടുമോ എന്തോ എനിക്കറിയാൻ പറ്റും. എന്തായാലും ട്രൈ നോക്കാം. പെട്ടാലേ ഇല്ലേലും ഞാൻ തിന്നും. കണ്ടിട്ട് തിന്നാൻ തോന്നുന്നു. ചുട്ടതാന്ന് തോന്നുന്നു കേട്ടോ. അവരാ ചൂട് കല്ലയിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പൈസി ഒരു മസാല ഇടണമെന്ന് വെച്ചോണ്ട് ഇടണ്ടെന്ന് പറഞ്ഞു. ആ മീൻ്റെ ഒരു റോ ഉണ്ട്. എനിക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആ മീൻ്റെ ഗൈസ് ഒരു പച്ച ഇതുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കണ്ടത് കുഴപ്പമില്ല. സോഫ്റ്റ് ഉണ്ട്. പക്ഷെ മീൻ്റെ ഒരു പച്ച സ്മെല്ലുണ്ട്. ഓഹോ ഇഷ്ടപ്പെട്ട്. മീൻ്റെ റോ ഫിഷ് ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാ. പച്ച മീനുണ്ട്. എനിക്കൊന്ന് മതി കേട്ടോ. ചുമ്മാ കഴിക്കുന്നത്. എനിക്ക് അങ്ങോട്ട് അത്ര കൂടെ ഇഷ്ടപ്പെട്ടു. എനിക്ക് മതി. ഒരാൾ ഇന്ന് എന്റെ പാറ്റി മൊത്തമായി. അതിൽ നിന്ന് ഒരു സൈസ് ഒരു മസാല ഇങ്ങനെ കടിക്കുമ്പോഴേ ഇങ്ങനെ ഒലിക്ക് വരുന്നു കേട്ടോ. മൃദുലേക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ സാധനം. ചേട്ടൻ ഞണ്ടൊക്കെ ഇതൊക്കെ സാധനം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ലൈവായിട്ട്. എന്തുവാന്ന് വെച്ചാൽ എനിക്കും അറിയത്തില്ല. എന്നത്തെ സാധനം നമുക്ക് കറങ്ങി നടന്നാലോ? മതി ബാ. എനിക്കിനി ഫിഷ് വേണ്ട കേട്ടോ. ഫിഷ് ശരിയാവത്തില്ല. ഇവരുടെ ഫിഷ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഓവർ മസാലയൊന്നും കാണത്തില്ല. ഭയങ്കര റോ ആയിരിക്കും. ജസ്റ്റ് ചെറിയൊരു മസാല ഇട്ടിട്ടുള്ളൂ. ആ മീൻ്റെ പച്ച സ്മെല്ല് നല്ലോണം അടിക്കുന്നുണ്ട്. ശരിയാവത്തില്ല നമുക്ക്. പോവാം. അടുത്ത ഐറ്റം ചിക്കൻ വിങ്സ് കേട്ടോ. ഇത് 1 പോർഷൻ ആണോ? ഒരു പീസ് 5 രൂപ. ഒരെണ്ണം വാങ്ങിച്ചാലോ? ഒറ്റ പീസ് 5 രൂപയ്ക്ക്. ഓക്കെ, ഒരു പീസ് വാങ്ങാം ഗൈസ്. നമ്മള് ഒരു ചിക്കന്റെ വിങ്സ് വാങ്ങിച്ചു കേട്ടോ. എല്ലാം ട്രൈ ചെയ്യുക. ഇത് കണ്ടോ, ഇത് കൊഞ്ചിന്റെ തലയാണോടാ. കൊഞ്ചിന്റെ തല അതിനോട് കുക്കുംബർ ഇട്ട ഒരു സാലഡ് പോലെ ഇങ്ങനെ ഒരു പ്ലേറ്റ് ആക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കോട്ടോ. നമുക്ക് ഇത് കഴിക്കാം. ഇവിടെ ഇരിക്കാൻ ഇവർക്ക് ഡൈനിങ് കാണത്തില്ല. അത് അവരുടെ ഡൈനിങ്ങാ. അവർക്ക് ഡൈനിങ് ഇല്ല. നമുക്ക് നടന്നുകൊണ്ട് കഴിക്കാം. ഒരു സ്റ്റിക്കല്ലേ, നടന്നുകൊണ്ട് കഴിക്കാം. ഇരുന്ന് കഴിക്കണമെന്നില്ല. ഒരു സ്റ്റിക്കിഞ്ഞതാ. അയ്യോ താഴെ പോവോ? ഇങ്ങോട്ട്. എടാ ഹണി ആടായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട്. പെമ്പിള്ളേര് മൃദുല പെമ്പിള്ളേരെ വായി നോക്കുന്നത്, ഞാനല്ല. ചിക്കൻ അടിപൊളി കേട്ടോ. നമ്മളെ മറ്റേ അൽഫാം ഉണ്ടല്ലോ, സ്പൈസ് ഹണി അൽഫാം, സെയിം ടേസ്റ്റ്. ഒരെണ്ണം 5. ഇത് ബീഫ്. ബീഫാന്ന് തോന്നുന്നു. ബീഫൊന്നും വേണ്ടപ്പാ, അത് ഫുള്ള് വേവിക്കില്ല. ഞാൻ കാണിച്ചതാ. ബീഫാ. എടാ ഇവര് കുക്ക് ചെയ്യൂടാ ഫുള്ളായിട്ട്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു മറിച്ചിട്ട് ആയിരിക്കുമല്ലോ. ഞാൻ കൊള്ളാം. കേക്ക് കേട്ടോ, കേക്കിന്റെ സെക്ഷൻ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. മറ്റേ ഇത് വേണേ വേവും. ഇതാണ്, ഇത് ബീഫിന്റെ സ്കിന്നാണ്. ചെറിയ സ്കിന്നുണ്ടല്ലോ, ക്രിസ്പി പോലെ കടിച്ച് കഴിക്കാം. അത് ഇത്ര ഗ്രാമിനാട്ടോ റേറ്റ്.
ഇത് സൂപ്പർ സാധനം. എങ്ങനെയുണ്ട്? അടിപൊളി. ചക്ക ഇവിടെ ഒരു മെയിൻ ഐറ്റം കേട്ടോ. അത് ഭയങ്കര വിലയുവാ. ഇവിടെ 30 ചുളക്ക് ഒരെണ്ണം. ചക്കയല്ല, ലൈക്ക് നമ്മള് ചക്ക കണക്ക് ഇരിക്കുന്നോണ്ട് ചക്ക. എന്റെ പേരെന്തുവാണിത്? പക്ഷെ അവിടെ എഴുതിയേക്കുന്നുണ്ടോ കിലോയ്ക്ക് 49 രൂപ ഉള്ളൂ. അതിന് കിലോയ്ക്ക് 36 രൂപ ഉള്ളൂ. പിന്നെ ഇതിന് ഇങ്ങനെ എത്ര റേറ്റ് വരുന്നത്? അതിന്റെ ചുളയല്ലേ? ഈ താറാവ്, പോർക്ക്, ബീഫ് എല്ലാം നിർത്തി പൊരിച്ചേക്കുന്നു. ഇന്ന് തീർന്നില്ലേ? അത് ഉറിഞ്ഞുറിഞ്ഞ് നടക്കുക തള്ളയും മോനും. പക്ഷെ രസമുണ്ട് കേട്ടോ ഇങ്ങനെ ഓരോന്ന് കണ്ടേ വാങ്ങിച്ചേ കഴിച്ചിങ്ങനെ പോവാനേ. നല്ല തണുപ്പും. ഇതെന്തോ കേട്ടോ? പൂവോ? സ്വീറ്റ് ആണ്. സ്വീറ്റാ. സ്റ്റിംഗി ടോഫു. ഇതൊക്കെ ഐറ്റാണോ? ഇത് വേണ്ട ഇനി. ഓ അത് പറയുന്നത് ഇത് സ്വീറ്റ് അല്ല. സ്വീറ്റ് അല്ല അല്ലെന്ന് തോന്നുന്നു. ഈ മീനിന്റെ കാഷ്ടമൊക്കെ വെച്ചുണ്ടാക്കുന്നായിരിക്കും. പറയാൻ പറ്റത്തില്ല. ഇവിടെ ബീഫ് റൊട്ടി എന്നും പറഞ്ഞൊരു സാധനമാണ്. ഇതിന് കുറേ അടുത്ത് കണ്ട് നമ്മളെ പൊറോട്ട തന്നെ. അതിനകത്ത് നമ്മൾ ബീഫ് വെച്ചിട്ട് വെജിറ്റബിൾസ് ബാക്കി മറ്റേ മസാലയും കാര്യങ്ങളെല്ലാം വെച്ച് നല്ല സംഭവം അടിക്കുന്നുണ്ടോ? അതെ എങ്ങനെ ഇരിക്കും കേട്ടോ. നമ്മളെ മറ്റേ ഇത് പിന്നെ ബൺ പൊറോട്ട ഉണ്ടല്ലോ, സെയിം അതേപോലെ ഇരിപ്പുണ്ട്. കഴിക്കണമെന്നുണ്ടോ? അത് വേണമെങ്കിൽ ഒരെണ്ണം പാഴ്സൽ പറയാം. ഒരു പീസിനാണ് 5.5 പൈസ. 1 പീസ് വാങ്ങട്ടെ? 1 പീസ് വാങ്ങാം. നമ്മള് എല്ലാം ഇങ്ങനെ തിന്ന് നടക്കും കേട്ടോ. നമ്മളെ ബീഫിന്റെ ആ ഒരു പൊറോട്ടയുടെ സാധനം വാങ്ങിച്ചു. അത് കണ്ടിട്ട് അതിന്റെ മണം അടിച്ചിട്ട് നല്ല അടിപൊളി ഇതുണ്ട് കേട്ടോ. നല്ലതായിരിക്കും. നല്ലതായിരിക്കും ഇത്. ഇവിടെ വേറെ കാര്യമുണ്ട് ഗൈസ്, ഫുഡിനെല്ലാം പല വിലയില്ല കേട്ടോ. ഇപ്പൊ തന്നെ ആ ചക്കയുടെ വില നമ്മൾ അവിടെ തൊട്ട് എല്ലായിടത്തും ഒരേ വില തന്നെ. ഈ പൊറോട്ട ഇത് എല്ലായിടത്തും മിക്കയിടത്തും ഉണ്ട് ഈ പൊറോട്ടയുടെ സാധനം. ഇതിനും എല്ലായിടത്തും ഒരേ വില തന്നെ ഉള്ളൂ. എല്ലാത്തിനും ഒരു വിലയല്ല ഒന്ന് തന്നെ. ഒരു വാച്ചിന്റെ വില ഞാൻ ചോദിച്ചു ഗൈസ്. എന്റെ പൊന്നി 200 എത്ര രൂപ പറഞ്ഞവൻ ഇവിടുത്തെ. അതായത് നമ്മുടെ നാട്ടിലെ 4000. അത് ഒറിജിനൽ അല്ല, 5000 അടുപ്പിച്ച് കോപ്പിയാണ്. അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഇച്ചിരി വിലയാണ് കേട്ടോ. ഇനി നമ്മൾ പോയി ചോദിച്ചോണ്ട് വില കൂട്ടി പറഞ്ഞോന്ന് അറിയാൻ വയ്യ കേട്ടോ. ഇത് ബട്ടൺസ് ആണ് തോന്നുന്നു. ഇത് കീച്ചയിൽ വെച്ച് തരും. നമുക്ക് ഇവിടുന്ന് മലേഷ്യയുടെ ഒരു മെമ്പർ കൊണ്ടുപോണ്ടേ? ശരിയാണല്ലോ, നമ്മൾ പറഞ്ഞ വാങ്ങണം അത്യാവശ്യം. ഇത് കീ ചെയിൻ ആണോ അല്ല മറ്റുള്ളത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ നോക്കണം. ലൈറ്റ് വെച്ച് നോക്കി. അതെന്തോ ഫ്ലാറ്റ് ആണോ റെസ്റ്റോറന്റ് ആണോ എന്തല്ലത്? അടിപൊളി. നമ്മളിന്ന് കറക്റ്റ് ഷോപ്പിംഗ് കഴിഞ്ഞ് കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ട്. അവര് കറക്റ്റ് ടൈമിൽ വണ്ടി എടുത്തില്ലെങ്കിൽ നമ്മള് വീഡിയോയിൽ കണ്ട ആ ട്വിൻ ടവർ കഴുത്ത് വേന എടുക്കുന്നു. അടിപൊളിയാട്ടോ ഗൈസ്. എനിക്കും ഈ 2 ടവർ എന്ത് സംഭവം അറിയത്തില്ലായിരുന്നു. ഒരെണ്ണം അവരെ പെട്രോളിയത്തിന്റെ മാത്രം അവരിവിടെ ഓൺ പെട്രോളിയം, പക്ഷെ പെട്രോളിയം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഓഫീസ് മാത്രം ഒരെണ്ണം പ്രൈവറ്റ് സ്പേസ്, പ്രൈവറ്റ് ഓഫീസ്. ഇതിന്റെ സെന്ററിലായിട്ട് കുറച്ച് ഷോപ്പിംഗ് മാള് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ പോവാം. പക്ഷെ ഒരു ദിവസം മുമ്പേ നമ്മൾ പാസ് എടുക്കണം. എന്നാൽ അതിനകത്ത് കയറാൻ പറ്റില്ല. ഓൺലൈൻ ബുക്കിംഗേ ഉള്ളൂ. അത് അവരുടെ ടൈമിലായിരിക്കണം നമ്മൾ അവിടെ പോകേണ്ടത്. അതെ, അവര് ടൈം സ്ലോട്ട് തരും. ആ ടൈമിൽ നമ്മൾ പോവാ, കാണുക, വരിക. ഇവിടുത്തെ ഒരു ഐക്കോണിക് ഇതാണ് സംഭവം. ഐക്കോണിക് ആണ് ഈ ഒരു സ്വാധീനം. എല്ലാരും ഇവിടുന്നല്ലേ ഇൻസ്റ്റയില് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സിനെ തട്ടി നടക്കാൻ വയ്യ ഗൈസ്. ഒരു ഫോട്ടോയ്ക്ക് 5 രൂപ. 10 രൂപ ചോദിക്കും, കൊടുക്കരുത്. 5 രൂപ എന്ന് പറയുമ്പോ നമുക്ക് എടുക്കാം. പക്ഷെ ഇവരെ ലൈറ്റ് ഉണ്ട് കേട്ടോ. ഈ ലൈറ്റ് വെച്ചെടുക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിയാണ്. എടുത്തൊരു ഫോട്ടോ തടി കൊടുക്കാൻ കേട്ടോ. അതിന്റെ ഇടയിൽ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒടുക്കത്തെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒടുക്കത്തടി. നമുക്കൊന്ന് സ്വന്തമായിട്ട് എടുക്കാന്ന് വെച്ചാൽ അവര് മാറിയിട്ട് നമുക്ക് സമയം കിട്ടത്തില്ല. ഭയങ്കര അവിടാണ് മെയിൻ ആയിട്ട് എല്ലാരും ഫോട്ടോ എടുക്കുന്നത് ഇവിടെ. പക്ഷെ അവരുടെ ഫ്ലാഷ് ഉണ്ടെങ്കിലേ അടിപൊളിയായിട്ട് കിടത്തുള്ളൂ കേട്ടോ. നമ്മൾ 2 ഫോട്ടോ എടുത്ത് 3-4 എടുത്ത്, പക്ഷെ സെന്റ് തരത്തില്ല. ഫോട്ടോയ്ക്ക് 5 രൂപ. അതായത് നമ്മുടെ നാട്ടില് 115 രൂപ. അത് തരത്തില്ല. ബാക്കി നല്ല ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ 2 എടുത്തോളൂ. ബാക്കിയെല്ലാം അമ്പൂട്ടാൻ തിരിഞ്ഞും മറിഞ്ഞും നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അമ്പൂട്ടാൻ വിട്ടാ പോവും. അമ്പൂട്ടാൻ നമ്മൾ മറ്റേ ബീഫിന്റെ മറ്റേ സാധനം എടുക്കട്ടെ ഗൈസ്. അത് കഴിച്ചിട്ടങ്ങ് പോവാം. അതാണ് പറ്റാത്ത. ഇതിന്റെ എണ്ണ നോക്കണം ഗൈസ്. എണ്ണ നോക്കണേ ഗൈസ്. നോക്കിയ ക്യാമറ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പോയി അടിപൊളി. ചുപ്പുണ്ട് കേട്ടോ. ഉപ്പുണ്ടോ? എന്താ ഷൈട്ട് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല. പക്ഷെ കാണിക്കണ്ട.
ബ്രോടാ എവനെ ഇറക്കി വിട്ടാ പാടാ ഗൈസ്, പിന്നെ കേറൂല. ഈ സാധനം മസ്റ്റ് കേട്ടോ, അടിപൊളി സാധനം. ഓ ക്രിസ്പി സാധനം അല്ലേ, അടിപൊളി. മസ്റ്റ് ട്രൈ ഇറ്റ് ഗൈസ്. ദിസ് ഈസ് സലോമ ബ്രിഡ്ജ്. അതായത് അടിയിൽ കൂടെ ഹൈവേ, മേളിൽ കൂടെ ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിന്റെ രസമല്ലേ കാണാൻ, ലൈറ്റ് ഒക്കെ വെച്ച്. കിടില. ഇവിടുന്ന് പിള്ളേർ സ്കൂളിൽ നിന്ന് ടൂർ വന്നു തോന്നുന്നു അല്ലേ? ഇവിടുത്തെ ഒരുപോലെ ഇത് കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ഐഡി കാർഡൊക്കെ ഇട്ടിനി. ഇവിടുത്തെ പിള്ളേരല്ലേ എന്തോ, അല്ല ഇന്തോനേഷ്യ എന്നൊക്കെ ആയിരിക്കും. പക്ഷെ ഏകദേശം ഒരുപോലെ ഇരിക്കില്ലല്ലോ. ഏഷ്യൻസ് ഒക്കെ കുറച്ച് ലുക്ക്. ഇവിടെ മലേഷ്യ അങ്ങനെ ആ സൈഡ് എല്ലാം ഒരേപോലെ ഇരിക്കുക. നമുക്ക് എവിടുന്നാന്ന് അറിയാൻ പറ്റുന്നില്ല. വണ്ടിയൊക്കെ താഴെ കൂടെ 100-100 പോകുന്നത്. സീബ്ര ക്രോസിംഗിൽ കൂടെ അല്ല, പിന്നെ ക്രോസ് ചെയ്യുന്നെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ട് സീബ്ര ക്രോസിംഗിലൂടെ എപ്പോഴും ക്രോസ് ചെയ്യല് അവര് ടൈം ഇടും, 10 സെക്കൻഡ്. അടിപൊളിയില്ലേ, സെറ്റില്ലേ. ഇവിടെ ഇരുന്ന് നമുക്ക് ആ ടിൻ ടവറും കാണാം, ഇതും കാണാം. അടിപൊളി. ഇവിടെ ഫയർ വർക്കാണ്. ഇവിടെ എവിടേക്കോ ഇതോടെ പൊട്ടിക്കുന്നു ഗൈസ്. നടന്ന് അടപ്പുളവേ ഗൈസ്. ഈ ഫോട്ടോഗ്രാഫേഴ്സിനെ തട്ടി നടക്കാൻ വയ്യ കേട്ടോ. ഇവിടെ ഒന്നും ലൈറ്റ് ഇല്ല. യവന്മാരുടെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. ഫുൾ അവന്മാരെ കൈ എമണ്ട ലൈറ്റ്. ആ ലൈറ്റിൽ എടുത്താലേ ഈ സാധനത്തിന് എഫക്റ്റ് ഉള്ളൂ. നമ്മളെ ഈ ഊച്ചി ലൈറ്റ് എടുത്തിട്ട് ഒരു കാര്യമില്ല. പക്ഷെ സൂപ്പർ കേട്ടോ, ഫോട്ടോ എടുക്കാൻ ഒരു രക്ഷയില്ല. ഇൻസ്റ്റാഗ്രാമിൽ സാധനം പോസ്റ്റ് ചെയ്ത് സെറ്റായിരിക്കും. കുറെ പേര് ചറ ഇവിടെ വരുന്നത് ഫോട്ടോ എടുക്കാനാ. ചിങ്ക് ചിക്ക ചിങ്ക് ചിക്ക ചിങ്ക് ചിക്ക ചിങ്ക്. ഇത് കണ്ടോ, ഈ ഒരു ലൈറ്റ് ഓറഞ്ച്, അവിടെ ഒരു പച്ച, പല പല കളർഫുൾ. ഇവിടെ പച്ച. ഒരു സാധനം വാങ്ങിച്ചോ, തേയില വെള്ളത്തിൽ ഐസ് ഇട്ടോ. കറക്റ്റ് നമ്മളെ കട്ടൻ ചായ ഫ്രിഡ്ജിൽ വെച്ച ടേസ്റ്റ് അടി. എന്തിനു വാങ്ങിച്ചു ഇതൊക്കെ? തണുത്ത കട്ടൻ ചായ പോലെ കുടിക്കും. കറക്റ്റ് ആയല്ലേ? അതൊന്ന് ടേസ്റ്റ് ചെയ്യ്. ലൈവ് വരുന്നുണ്ടോ തോന്നുന്നു. ഇതിന് കുറച്ച് ലൈമും കൂടി വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഒട്ടും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇത് കുഴപ്പമില്ല കേട്ടോ. ഇന്ന് ഞാൻ ലെമണാ പറഞ്ഞത്. ഇത് കുഴപ്പമില്ല, കുടിച്ചു നോക്കി കളാവോ? പിന്നെയും കുഴപ്പമില്ല ഇല്ലേ? നാലും നാം കുടിക്കുന്നു. തേയില കൊടുക്കണ്ട. നമ്മളൊരു ഇന്ത്യൻ ആൻഡ് മലേഷ്യൻ മിക്സ്ഡ് റെസ്റ്റോറന്റ് കേട്ടോ. നമുക്ക് എന്തോ ഒരു ഐറ്റം കൊണ്ടുവരുന്നുണ്ട്. ഒരു പ്ലേറ്റും കൂടി ചോദിക്കാം. ഗിവ് മീ 1 പ്ലേറ്റ്. എന്തുവാണ് ഇത്? ഒരു ചിക്കൻ്റെ പീസും ഉണ്ട്, മുട്ടക്കറിയുണ്ട്. വേണമെങ്കിൽ ഒരു പ്ലെയിൻ റൈസും പറയാം, കാരണം ഒരുപാട് കറിയുണ്ട്. ചോറ് ഇത് മുട്ടക്കോസാണോടാ? മുട്ടക്കോസാണ്. പിന്നെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട്. ആണോ? എവിടൊക്കെയോ കാശ്മീരിൽ നിന്ന് കഴിച്ച ഫുഡിന്റെ ടേസ്റ്റ്. മറ്റല്ല എന്തൊരു പേര് പറയല്ലോ അതിന്. ഓ, ഇത് ചിക്കൻ ഒടുക്കത്തെ കട്ടി കേട്ടോ. ഇതൊക്കെ ഇന്ത്യൻ. ഇതൊക്കെ ഇന്ത്യൻ ആണോ? നമ്മൾ ഇന്ത്യയിലൊന്നും കഴിച്ചിട്ടില്ല. ചിക്കൻ അത്ര ഫ്ലോപ്പ് കേട്ടോ. ആണോ? ഭയങ്കര ഹാർഡ്. ഒട്ടും ഒരു ജ്യൂസ്നെസ്സും ഇല്ല. അവർ പെട്ടെന്ന് കൊണ്ട് തരുകയും ചെയ്തു. എനിക്ക് മേ ബി ഉണ്ടാക്കി നേരത്തെ വെച്ചേക്കുന്നതായിരിക്കും. വൻ ഫ്ലോപ്പാട്ടോ. ഇത് ഫ്ലോപ്പായി. അങ്ങനെ അത് ഓർഡർ ചെയ്ത്, അതും ഫ്ലോപ്പായി. ഞാൻ ലാസ്റ്റ് ദോശ ഓർഡർ ചെയ്ത്. ഇത് എന്ത് കയ്പ്പ് കൈസ്. നൂഡിൽസ് ഒടുക്കത്തെ കയ്പ്പ്, കഴിക്കാൻ പറ്റണില്ല. ഇത് ഒടുക്കത്തെ ഓയിലും ഒരു ടേസ്റ്റും ഇല്ല. ഇല്ല ചിക്കൻ ഇല്ല, കട്ടി എന്ന് വെച്ചാൽ അമ്മാരി കട്ടി. ഫുഡ് പോരാ കേട്ടോ. ഫുഡ് എന്ത് ഫ്ലോപ്പ് ആയിരുന്നെങ്കിൽ എന്ത് നടന്നത് ദഹിപ്പിച്ച് എങ്ങനെയല്ല ഫുഡ് എനിക്ക് കളഞ്ഞാന്ന് വയറ്റിൽ നിന്നുള്ളതിന് കുഴപ്പമില്ല. അത്രയ്ക്ക് കൂറ ഫുഡായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഫുഡ് ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത്. കഴിക്കാൻ പറ്റത്തില്ല കൈസ്. നമ്മളിവിടെ റൂമിലോട്ട് നടക്കാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ. നടന്നിങ്ങനെ പോവാ. എന്തൊരു തിരക്കായി. അവിടെ ഇവിടെ മൊത്തം ഫോട്ടോ ഫ്രെയിം. നമുക്ക് നടക്കുമ്പോൾ നമുക്ക് ഡൗട്ട്, അയ്യോ അവരിത് ക്യാമറ വരുമോ? സത്യം. പിന്നെ ഇവിടെ ഉള്ളവർക്ക് എന്താ വണ്ണമില്ലാത്തറിയോ? നടക്കണം, ഇഷ്ടം പോലെ നടക്കണം. ഇത് ക്രോസ് ചെയ്യണമെങ്കിൽ എത്ര കിലോമീറ്റർ നടക്കണം?